എൻ്റെയും നിങ്ങളുടെയും ഫേവറേറ്റ് ആയ ബ്രൗൺ ലിപ്സ്റ്റിക്സ് കൊണ്ട് തന്നെ നമുക്ക് 2025 സ്റ്റാർട്ട് ചെയ്താലോ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. 2025 ഇസ് ഹിയർ, സോ ഹാപ്പി ന്യൂ ഇയർ ടു എവറി വൺ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വർഷം എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ. നിങ്ങളുടെ ഡ്രീംസും ഗോൾസും എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ഈ ചാനലിൽ ഇതിനു മുന്നേ ഞാൻ 10 ഡിഫറെൻറ്റ് ബ്രൗൺ ലിപ്സ്റ്റിക്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സോ ഹിയർ ഐ ആം വിത്ത് പാർട്ട് 2 ഓഫ് ബ്രൗൺ ലിപ്സ്റ്റിക് റെക്കമെൻഡേഷൻസ്. കഴിഞ്ഞ വീഡിയോയിൽ ചിലർക്ക് കുറച്ച് ഡൗട്ട്സും കൺസേൺസും ഒക്കെ ഉണ്ടായിരുന്നു. സോ ലെറ്റ്സ് ക്ലിയർ ദാറ്റ് ഫസ്റ്റ് ബിഫോർ വി സ്റ്റാർട്ട് ദിസ് വീഡിയോ. കഴിഞ്ഞ തവണ ബ്രൗൺ ലിപ്സ്റ്റിക് വീഡിയോയിൽ ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്ന ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണോ ഞാൻ സംസാരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ലിപ്സ്റ്റിക്ക് തന്നെയായിരിക്കും ആ ഒരു ടൈമിൽ എൻ്റെ ചുണ്ടിൽ ഉണ്ടാവുക. ദാറ്റ് ഇസ് ആ ഒരു ലിപ്സ്റ്റിക്ക് തന്നെ വേറെ ചെയ്തിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക എന്നുള്ളത്. പക്ഷേ അപ്ലൈ ചെയ്യുന്ന ക്ലിപ്പ് കാണാത്തതുകൊണ്ട് കുറച്ച് പേര് കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ ഇത്തവണ ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്ന ക്ലിപ്പ് കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ കൈൻഡ് ഓഫ് സിമിലർ ആണല്ലോ എന്നുള്ളത്. ഓഫ് കോഴ്സ് ഷെയ്ഡ്സ് ആർ ഗോയിങ് ടു ബി സിമിലർ. ഫസ്റ്റ് റീസൺ ബീയിങ് ഇതൊക്കെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ആണ്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സിമിലർ. ആൻഡ് സെക്കൻഡ് റീസൺ ബീയിങ് ദാറ്റ് ഞാൻ ചൂസ് ചെയ്യുന്ന ബ്രൗൺസ് എന്ന് പറയുന്നത് കുറച്ചൊരു മീഡിയം ടു ഡീപ്പർ, കുറച്ചൊരു ഡാർക്കർ ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ്സ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. റീസൺ ബീയിങ് ഞാനൊരു ഡസ്കി ടാൻ സ്കിൻ ടോൺ ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ എനിക്ക് ചേരുന്ന ലിപ്സ്റ്റിക്സ് അല്ലേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. ലൈറ്റർ ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ എടുക്കുകയാണെങ്കിൽ അതെന്നെ വാഷ് ഔട്ട് ചെയ്യിപ്പിക്കും. ഒത്തിരി ഡാർക്കർ ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ഓർ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പം എൻ്റെ മുഖം കുറച്ചൊരു ഡാർക്കർ ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ആ ഒരു മിഡിൽ റേഞ്ചുള്ള ബ്രൗൺസ് ആണ് ഞാൻ എപ്പോഴും പിക്ക് ചെയ്യാറ്. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വിൽ സൂട്ട് മൈ സ്കിൻ ടോൺ ആൻഡ് എൻ്റെ സ്കിൻ ടോണായിട്ട് സിമിലർ സ്കിൻ ടോൺ ഉള്ളവർക്കും ആ ഷെയ്ഡ്സ് തന്നെയാണ് മാച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പെർട്ടിക്കുലർ ഷെയ്ഡ്സ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറയുക, ചിലർക്ക് ഷെയ്ഡ്സ് എല്ലാം സിമിലർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ എന്നെ പോലെ നിങ്ങളും ഒരു ലിപ്സ്റ്റിക് ലവർ ആണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി സീ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ഷെയ്ഡ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഐ ഡെഫിനറ്റ്ലി സീ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഷെയ്ഡ്സ്. ഇന്ന് ഞാൻ ലിപ്സ് വാച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ലൈറ്റ് മേക്കപ്പ് ഇട്ടിട്ടുള്ള ഫേസിലാണ്. ദാറ്റ് ഇസ് കണ്ണ് എഴുതിയിട്ടുണ്ട്, ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ആൻഡ് അണ്ടർ ഐസിൽ മാത്രം ഞാൻ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ബേസ് മേക്കപ്പ് ആയിട്ട് ഞാൻ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് നമ്മൾ ചീപ്പസ്റ്റ് ടു ദി മോസ്റ്റ് എക്സ്പെൻസീവ് ലിപ്സ്റ്റിക് ഓർഡറിലാട്ടോ പോകുന്നത്. സോ ചീപ്പസ്റ്റ് ലിപ്സ്റ്റിക് ഫ്രം ദി ലോട്ട് ഇസ് ദിസ് വൺ. ഇത് എലൈറ്റിൻ്റെ ലിക്വിഡ് ലിപ് കളറാണ് ഇൻ ദി ഷെയ്ഡ് നട്ടി ലാറ്റെ. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു. ദിസ് ഈസ് എ ഡീപ്പ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. എൻ്റെ ഉള്ളതിൽ വൺ ഓഫ് ദി ഡാർക്കസ്റ്റ് ബ്രൗൺ ഷെയ്ഡാണിത്. ഇതിനൊരു തിൻ ലിക്വിഡി കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണുള്ളത് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വെരി പിഗ്മെൻറ്റഡ്. ഒരു മൈൽഡ്ലി പിഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ഇതിനൊരു മാറ്റ് ഫിനിഷ് ആണുള്ളത്. അപ്ലൈ ചെയ്തൊന്ന് സെറ്റിൽ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഇതൊരു 2 to 3 hours മാത്രമേ നിൽക്കുള്ളൂ. നമ്മൾ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്താൽ ഇത് നടുക്കുന്ന് ഡിസപ്പിയർ ആവും ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സോ വെരി ലോങ് ലാസ്റ്റിംഗ്. ഇതിനൊരു ബൂമർ കൈൻഡ് ഓഫ് സെൻറ്റ് ഉണ്ട് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യാൻ നേരത്ത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റിൽ ഡൗൺ ആവും. 160 rupeesന് ഐ തിങ്ക് ദിസ് ഇസ് എ വെരി ഡീസെൻറ്റ് പ്രോഡക്റ്റ്. ആൻഡ് ഷെയ്ഡ് വൈസ് പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ഡീപ്പർ സ്കിൻ ടോൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എന്നെപ്പോലെ ഒരു ടാൻ മീഡിയം സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ ഇത് കുറച്ചൊന്ന് എടുത്ത് നിൽക്കും. ദാറ്റ് നല്ലൊരു ബ്രൗൺ ഡീപ്പ് ഷെയ്ഡായിട്ട് നിൽക്കും. ഞാൻ പേഴ്സണലി ഈ ഒരു ഷെയ്ഡ് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാറില്ല. ഞാൻ ഇത് ലിപ്സ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് ബ്രൗൺ വെച്ച് ഫിൽ ഇൻ ചെയ്തിട്ടാണ് പൊതുവേ യൂസ് ചെയ്യാറ്. സോ ദാറ്റ് ഇസ് ഹൗ ഐ ലൈക്ക് ടു വർക്ക് വിത്ത് ദിസ്. എന്നെക്കാളും ഡീപ്പർ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ യു ആർ ഗോണ ലവ് ദിസ് ഷെയ്ഡ്. അടുത്തത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ലപോലെ ഫേമസ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ്. ഇറ്റ് ഈസ് ഡാസ്ലർ ഓൾ ഡേ ലിക്വിഡ് ലിപ് കളർ ഇൻ ദി ഷെയ്ഡ് ഹേസൽനട്ട് കപ്പ്. ഇതെനിക്കൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഷെയ്ഡ് തന്നെയായിരിക്കും. ദിസ് ഈസ് വൈറൽ ഓർ ദിസ് ഹാസ് ബീൻ വൈറൽ ഫോർ എ റീസൺ ഐ തിങ്ക്. നല്ലൊരു ലിപ്സ് ഷെയ്ഡ് തന്നെയാണ്. എന്നെപ്പോലെ ടാൻ ഡീപ്പ് മീഡിയം ഡസ്കി സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്ക് ചേരാൻ പോകുന്ന ഒരു അടിപൊളി ഷെയ്ഡ് തന്നെയാണിത്. നല്ലൊരു വാം ബ്രൗൺ ഷെയ്ഡാണ്. ദി ഫോർമുല ഇസ് ഓൾസോ പ്രിറ്റി നൈസ്. ഇതിന് കുറച്ചൊരു ക്രീം ലിക്വിഡ് കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണുള്ളത്. നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സിൽ. ഇതിന്റെ ഫിനിഷ് വരുന്നത് മാറ്റ് ഫിനിഷ് ആണ്. പക്ഷെ ഇത് സെറ്റിൽ ഡൗൺ ആവാൻ കുറച്ച് നേരം എടുക്കുന്നുണ്ട്. എനിക്കിതൊരു 2 to 3 hours ഒക്കെ ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് വെരി വെരി ലോങ് ലാസ്റ്റിംഗ് ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെ ഇതിനൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സെൻറ്റും ഉണ്ട്. സോ ഇഫ് ദാറ്റ് ഡിസ്റ്റർബ്സ് യു ദെൻ ദാറ്റ് മൈറ്റ് ബി എ പ്രോബ്ലം. ഇത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ് ആൻഡ് ട്രാൻസ്ഫർ ആവുമെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഫസ്റ്റ് ടൈം ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ
ബ്ലോട്ട് ചെയ്യാൻ നേരത്ത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതിനുശേഷം ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആവും കേട്ടോ. ഞാൻ 1-2 വീഡിയോസിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ്സ് ഡാർക്ക് ആവുന്നു എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഐ കനോട്ട് കമൻറ്റ് ഓൺ ദാറ്റ്. കുറച്ച് പേര് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ് കേട്ടോണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. 200 റുപ്പീസിന് ഇത് ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് ലിപ്സ് ഡാർക്ക് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നെക്സ്റ്റ് വൺ സ്റ്റേസിൻ്റെ 929 ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് കൊക്കോ ക്രഷ്. ആസ് യു ക്യാൻ സീ ഇതൊരു പീച്ചി ബ്രൗൺ ഷെയ്ഡ് ആട്ടോ. ഇത് തന്നെ ലൈറ്റായിട്ട് വാഷ് ഔട്ട് ചെയ്യിക്കുന്നുണ്ട്. ഇതെനിക്കൊരു ലിപ് ലൈനർ ഇട്ടിട്ട് മാത്രം വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് ആട്ടോ. പക്ഷേ ദി ഷെയ്ഡ് ഇസ് റിയലി നൈസ്. ഒരു പീച്ചി ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ മീഡിയം ടു ലൈറ്റർ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് ചേരും കേട്ടോ. ഇതിനൊരു ക്രീമി ലിക്വിഡ് കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണുള്ളത് ആൻഡ് സെറ്റിൽ ഡൗൺ ആവുന്നത് കംപ്ലീറ്റ്ലി മാറ്റ് ആയിട്ടാണ്. നല്ല പിഗ്മെന്റഡും ആണ്, ട്രാൻസ്ഫർ പ്രൂഫും ആണ്, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗും ആണ്. 4 to 5 hours ഒക്കെ ഇത് സുഖമായിട്ട് വെക്കും കേട്ടോ. എലൈറ്റിൻ്റെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം ദിസ് ഹാസ് ടേൺഡ് ഔട്ട് ബി എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. സോ പീച്ചി ബ്രൗൺ ലിപ്സ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓർ നിങ്ങൾ ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ ദെൻ യു ആർ ഗോണ ലവ് ദിസ് ഷെയ്ഡ്. ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന 4 ലിപ്സ്റ്റിക്സിനും 299 റുപ്പീസാണ്. സോ ഇത് ഞാൻ പെർട്ടിക്കുലർ ഓർഡറിലെല്ലാം റാൻഡം ആയിട്ട് എടുക്കാം. 4th ഷെയ്ഡ് ഇസ് ദിസ് വൺ. ഇത് NYBയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് സ്നഗിൾ സീക്രട്ട്. ആസ് യു ക്യാൻ സീ ഇതൊരു പിങ്കി മോവ് ടച്ച് ഉള്ള ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ആട്ടോ. എൻ്റെ ലിപ്സിൽ ഇട്ടിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഭയങ്കരമായിട്ടൊരു പീച്ചി പിങ്കി ഒരു മോവ് ടോൺസ് ഒക്കെയാണ് എടുത്ത് വെക്കുന്നത്. പക്ഷേ ഇത് സ്വാച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ബ്രൗണർ ആണ് കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷന് പോയിട്ട് വന്നിട്ട് ഞാൻ നല്ലപോലെ ടാൻഡ് ആയിട്ടുണ്ട്. സോ ഇനി ഒന്ന് ട്രീറ്റ് ചെയ്ത് സെറ്റാക്കാനുണ്ട്. ആ ടാനോട് അടിച്ചുകൊണ്ട് ദിസ് ഈസ് കൈൻഡ് ഓഫ് വാഷിംഗ് മീ ഔട്ട്. എൻ്റെ സ്കിൻ ടാൻഡ് അല്ലാത്തപ്പം ദിസ് ഡസൻ വാഷ് മീ ഔട്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു തിക്ക് ക്രീം കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ആണ് ആൻഡ് സെറ്റിൽ ഡൗൺ ആവുന്നത് കംപ്ലീറ്റ്ലി മാറ്റ് ആയിട്ടാണ്. നല്ലപോലെ പിഗ്മെന്റഡും ആണ്, ട്രാൻസ്ഫർ പ്രൂഫും ആണ്, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. 4 to 5 hours ഒക്കെ ഇത് സുഖമായിട്ട് നിൽക്കും. ഇതിനും ലൈറ്റ് സെൻറ്റ് ഉണ്ട്. സോ ഇഫ് ദാറ്റ് ഈസ് എ കൺസേൺ ഫോർ യു ദെൻ യു മൈറ്റ് നോട്ട് ലൈക്ക് ദിസ്. ഇത് ആക്ച്വലി ഓൾഡർ പാക്കേജിംഗ് ആണ്. ന്യൂവർ പാക്കേജിംഗ് ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. 5th വൺ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഷെയ്ഡ് ആണ്. ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വോവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഈ ചാനലിൽ പലതവണ കാണിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഞാൻ ഇതിനായിട്ടൊരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അണ്ടർ റേറ്റഡ് ജെംസ് അണ്ടർ 250 റുപ്പീസ് വീഡിയോയിലും ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ലിപ്സ്റ്റിക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ന്യൂട്രൽ ഡീപ്പ് ബ്രൗൺ ഷെയ്ഡ് ആണ്. ഇതെനിക്കൊരു പെർഫെക്റ്റ് ന്യൂട്രൽ ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. വിത്തൗട്ട് എ ലിപ് ലൈനർ എനിക്ക് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. ലിക്വിഡ് കൈൻഡ് ഓഫ് ഫോമിലാണ്, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി മാറ്റ് ആയിട്ടാണ് സെറ്റിൽ ഡൗൺ ആവുന്നത്. പെട്ടെന്ന് ഡ്രൈ ആവും, നല്ല പിഗ്മെന്റഡ് ആണ് ആൻഡ് ട്രാൻസ്ഫർ പ്രൂഫും ആണ്. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുമ്പോൾ, ദാറ്റ് ഇസ് ഇനീഷ്യലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു വാം ബ്രൗൺ ഷെയ്ഡായിട്ടാണ് തോന്നുക. പക്ഷെ ഇത് സെറ്റിൽ ഡൗൺ ആവുന്നത് ഒരു ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡായിട്ടാണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. 3 to 4 hours ഒക്കെ ഇത് സുഖമായിട്ട് നിൽക്കും. പിന്നീട് നമ്മൾ ഓയിലി ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഫെയ്ഡ് ഔട്ട് ആവും കേട്ടോ. നിങ്ങൾക്ക് ഒരു ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡ് ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ ടോൺ ആണ് ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് വേണമെന്നാണെങ്കിൽ കണ്ണു അടച്ച് വാങ്ങിച്ചോളൂ. യു വിൽ ലവ് ദിസ്. ഇന്നത്തെ ഈ ഒരു 10 ബ്രൗൺ ലിപ്സ്റ്റിക് സജഷൻസിൽ 9 ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. ദി ഓൺലി വൺ എക്സെപ്ഷൻ ഇസ് ദിസ് വൺ. ഇതൊരു ലിപ് ക്രയോൺ ആണ്. ഇത് മാസിൻ്റെ പോപ്പിൻസ് ലിപ് ക്രയോൺ ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് കോഫി ബ്രൗൺ. ഷെയ്ഡ് നെയിം കുറച്ചൊരു മിസ്ലീഡിംഗ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ കോഫി ബ്രൗൺ ഷെയ്ഡ് ആക്ച്വലി. ഇതൊരു റെഡ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് വിത്ത് എ ഹിന്റ് ഓഫ് പിങ്ക് ഇൻ ഇറ്റ്. നല്ല ക്രീമിയാണ് ആൻഡ് ഇതൊരു മാറ്റ് ഫിനിഷിലോട്ടാണ് സെറ്റിൽ ഡൗൺ ആവുന്നത്. ഒന്ന് സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ബട്ട് ദിസ് ഇസ് നോട്ട് വെരി പിഗ്മെന്റഡ്, ഐ വുഡ് സേ. ഇതൊരു മൈൽഡ്ലി പിഗ്മെന്റഡ് പ്രൊഡക്റ്റ് ആണ്. ഒന്ന് ബിൽഡപ്പ് ചെയ്യണം ഇതിന് ഒരു പിഗ്മെന്റേഷൻ വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. 3 to 4 hours ഒക്കെ ഇത് സുഖമായിട്ട് നിൽക്കും. നിങ്ങൾക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒന്നും ഇഷ്ടമല്ല എന്നാണെങ്കിൽ ദെൻ യു ക്യാൻ ട്രൈ ദിസ്. വീഡിയോ ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. ആൻഡ് ഇതുപോലത്തെ കണ്ടന്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ്. ആസ് ഈ നെയിം സജസ്റ്റ്, ഇതൊരു ക്രീം കൈൻഡ് ഓഫ് ഫോമുലയാണ്. നല്ലൊരു കംഫർട്ടബിൾ ഫോമുലയാണ്. ഷെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യു ക്യാൻ സീ ഇതൊരു വാം ബ്രൗൺ ഷെയ്ഡ് ആട്ടോ. സോ ഇഫ് യു ലൈക്ക് എ വാം ബ്രൗൺ ഷെയ്ഡ് ദെൻ യു വിൽ ലവ് ദിസ്. ഞാൻ അധികം ഒരു വാം ടോൺ ബ്രൗൺ ഫാൻ അല്ല. സോ ദിസ് ഇസ് നോട്ട് എ ലിപ്സ്റ്റിക് ദാറ്റ് ഐ യൂഷ്വലി റീച്ച് ഔട്ട് ഫോർ. നല്ലൊരു മാറ്റ് ഫിനിഷാണ് ഇതിനുള്ളത്. അത്യാവശ്യം നല്ലപോലെ പിഗ്മെന്റഡ് ആണ് ആൻഡ് ട്രാൻസ്ഫർ പ്രൂഫും ആണ്. പക്ഷേ ഇതധികം ലോങ് ലാസ്റ്റിംഗ് അല്ല. 2 to 3 hours മാത്രമേ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വാം ടോൺ ബ്രൗൺ ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെക്കിംഗ് ദിസ് വൺ ഔട്ട്.
8th ഷെയ്ഡ് എഗെയിൻ ഒരു വാം ടോൺഡ് ബ്രൗൺ ലിപ്സ്റ്റിക് ആണ്. ഇത് പ്ലമ്മിന്റെ മാറ്റ് ഇൻ ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇൻ ദി ഷെയ്ഡ് കൊക്കോ മോക്ക. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ച സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. ആ ഒരു ടൈമിൽ എനിക്കിത് കുറച്ചുകൂടി സൂട്ട് ആവുമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഐ കൈൻഡ് ഓഫ് ലോസ്റ്റ് മൈ ലൈക്കിംഗ് ഫോർ വാം ടോൺഡ് ബ്രൗൺ ലിപ്സ്റ്റിക്സ്. അപ്പോൾ എവിടെയോ വെച്ച് ഞാൻ മറന്നുപോയൊരു ലിപ്സ്റ്റിക് ആട്ടോ ഇത്. ഇപ്പം അപ്ലൈ ചെയ്തപ്പോഴും ആസ് യു ക്യാൻ സീ ദിസ് ഈസ് വാഷിംഗ് മീ ഔട്ട്. ഇപ്പം ഞാൻ എൻ്റെ സ്കിൻ ടോണായിട്ടൊന്ന് മാച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാർക്കർ ബ്രൗൺ ലിപ്സ്റ്റിക് കൊണ്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തപ്പം നൗ ദിസ് feels much better. ഇത് കുറച്ചുകൂടി ഒരു തിക്കർ ലിക്വിഡ് കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണുള്ളത് ആൻഡ് ദിസ് ഡ്രൈസ് ഡൗൺ കംപ്ലീറ്റ്ലി മാറ്റ്. നല്ല പിഗ്മെന്റഡ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ആൻഡ് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗും ആണ്. 4 to 5 hours ഒക്കെ ഇത് സുഖമായിട്ട് നിൽക്കും കേട്ടോ. സോ ഇഫ് യു ലൈക്ക് എ വാം ബ്രൗൺ ലിപ്സ്റ്റിക് ദെൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ടാൻ ഡസ്കി ഡീപ്പർ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത പോലെ ഒരു ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഔട്ട്ലൈൻ ചെയ്യുകയോ ഒരു ലിപ് ലൈനർ വെച്ച് ഔട്ട്ലൈൻ ചെയ്യുകയോ ചെയ്തിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ്. ഒരുവിധം ലിപ്സ്റ്റിക് ലവേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷെയ്ഡായിരിക്കും. ഇറ്റ് ഇസ് ദിസ് വൺ. ഇത് ലവ് എർത്തിന്റെ ലിക്വിഡ് മൂസ് ലിപ്സ്റ്റിക് ആണ് ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ഐറിഷ് കോഫി. ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇതിനു മുന്നേ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ സ്വാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഐ തിങ്ക് യൂണിവേഴ്സലി ഫ്ലാറ്ററിങ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരാൻ പോകുന്ന ഒരു ഷെയ്ഡാണിത്. ഇതൊരു പിങ്കി മോവ് ഹിൻസ് ഉള്ള ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ആണ്. ഫോർമുല വൈസ് ഇത് നല്ലൊരു ഫോർമുല തന്നെയാണ്. ഒരു ലിക്വിഡ് മൂസ് കൈൻഡ് ഓഫ് ഫോർമുലയാണ്. വെരി വെരി കംഫർട്ടബിൾ ഓൺ ദ ലിപ്സ് ആൻഡ് ഇതൊരു കംഫർട്ടബിൾ മാറ്റ് ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലപോലെ പിഗ്മെന്റഡ് ആണ്. ഇതൊരു ലിക്വിഡ് മൂസ് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ സെറ്റിൽ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ബട്ട് സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്, ട്രാൻസ്ഫർ പ്രൂഫും ആണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. എൻ്റെ ലിപ്സിൽ അത് 4 to 5 hours ഒക്കെ സുഖമായിട്ട് നിൽക്കും കേട്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ യുണീക്ക് ഷെയ്ഡ് ഇൻ എ ഗ്രേറ്റ് കംഫർട്ടബിൾ ഫോർമുല. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്. ഇത് കീറോന്റെ നോൺ സ്റ്റോപ്പ് എയറി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ആൻഡ് ദിസ് ഇസ് ദി ഷെയ്ഡ് നട്ട്മഗ് ന്യൂഡ്. ഇതും കൈൻഡ് ഓഫ് ഭയങ്കര ഒരു ഫേമസ് ഷെയ്ഡായിരുന്നു. ഒരുവിധം എല്ലാ സ്കിൻ ടോണും സൂട്ട് ആവും എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷെ ഐ തിങ്ക് ഡസ്കി ടാൻ ഡീപ്പർ സ്കിൻ ടോണിനൊന്നും ഇത് ചേരാൻ പോകുന്നില്ല. വിത്തൗട്ട് എ ലിപ്പ് ലൈനർ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്തൊരു ഓംബ്രേ ലിപ്പ് എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു വാം പീച്ചി ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാട്ടോ. ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, മാറ്റ് ഫിനിഷ് ആണ്, നല്ലപോലെ പിഗ്മെന്റഡ് ആണ് ആൻഡ് ട്രാൻസ്ഫർ പ്രൂഫും ആണ്. ഇതിനും കുറച്ച് സെൻറ്റ് ഉണ്ട്. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ്. ആൻഡ് ലോഞ്ചിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു 3 to 4 hours നിൽക്കും. സോ ഇഫ് യു ലൈക്ക് സച്ച് വാം പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡ് ദെൻ യു ക്യാൻ ഗോ ഫോർ ദിസ്. ഈ വീഡിയോ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഇത് രണ്ടുമാണ്. ഇത് ആസ് സച്ച് തന്നെ വിതൗട്ട് എനി സോർട്ട് ഓഫ് ലിപ്പ് ലൈനർ അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്യും. ഈ രണ്ട് ഷെയ്ഡ്സും ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ചധികം വാം ബ്രൗൺ ഷെയ്ഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഐ തിങ്ക് ദർ വിൽ ബി പീപ്പിൾ ഹു ലൈക്ക് സച്ച് വാം ബ്രൗൺ ഷെയ്ഡ്. ആൻഡ് ഇന്ന് ഞാൻ കാണിച്ച ഈ 2-3 ഷെയ്ഡ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ദിസ് മൈറ്റ് നോട്ട് be my favorite but there are people who like this. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. I hope you guys found this video helpful. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും